എന്താടാ മുഖത്തൊരു മ്ലാനത? ചുളുവിന് UCL എടുക്കാന്നും പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇപ്പൊ ലീഗ് പോലും കിട്ടാത്ത അവസ്ഥയാണല്ലോ. അപ്പുറത്ത് PSG ഫസ്റ്റ് ലെഗ് ജയിച്ചതിന്റെ ഒരു വിഷമവും കാണുമല്ലേ? അതുകൊണ്ട് പോരാത്തതിന് ഞാൻ വന്നതിന് ശേഷം ബാർസയായിട്ട് ഒരു കളി പോലും ജയിച്ചിട്ടുമില്ല. ഇതൊന്നും ഓർത്ത് വിഷമിക്കാടാ. നീ CR7 ഫാനല്ലേ? പുള്ളി വന്ന സീസണിൽ ലീഗ് UCL ഒന്നും അടിച്ചിട്ടില്ല. അതിന് അങ്ങേര് യുണൈറ്റഡ് UCL ലീഗും ഒക്കെ അടിച്ചിട്ടാ വന്നത്. ഞാൻ UCL കണ്ടിട്ട് പോലും ഇല്ല. എടാ നിനക്ക് വേൾഡ് കപ്പ് ഇല്ലടാ, പുള്ളിക്ക് അതില്ലല്ലോ. അതുണ്ട്. അല്ല നീ അണ്ണനെ ഒന്ന് ആക്കിയതാണോ? അല്ലല്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്തല്ലേ. തോന്നിയതായിരിക്കും. എടാ മക്കളെ, എൻ്റെ ചുയിങ്കത്തിൻ്റെ പെട്ടി ഇവിടെ എല്ലാം കണ്ടായിരുന്നു. നേരത്തെ ഗ്രൗണ്ട് സ്റ്റാഫ്സ് എല്ലാം വന്ന് അരിച്ചു പറക്കി ചുയിങ്കം എടുത്തോണ്ട് പോയി. അതെന്തിന്? ബാർസയായിട്ട് ജയിക്കാതെ നിങ്ങൾക്ക് ഇനി ചുയിങ്കം തരണ്ടെന്നാ പ്രസിഡന്റിന്റെ ഓർഡർ. ചേടാ ഇങ്ങേർക്ക് ഇത് എന്തിന്റെ കേടാ ഈ വയസ്സാം കാലത്ത്? കോപ്പ ഡെൽറെ തോറ്റിട്ട് ഫ്ലിക്ക് വന്ന് നോക്കിയ കഥയൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ലടാ, റൂഡിയറൊക്കെ കയറി അലമ്പുണ്ടാക്കിയോണ്ടായിരിക്കും. അവന്മാര് മറന്നെന്ന് തോന്നുന്നു. അതായിരിക്കത്തില്ല. കേൾക്കുന്നത് നമുക്ക് നാണമില്ലെങ്കിലും പറയുന്ന അവന്മാർ കാണുമല്ലോ. എത്രയെന്ന് വെച്ചാ ചിലപ്പോൾ എല്ലാം കൂടി അടുത്ത ലീഗ് മാച്ചും കൂടി കഴിയുമ്പോൾ തരാനായിരിക്കും. നിങ്ങളുടെ ഭാവി പ്ലാൻ എന്തെങ്കിലും തീരുമാനമായോ? ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ഇത് എന്തോന്നിത്? ദൃശ്യം സിനിമയെ പോലും ഇത്രയും ട്വിസ്റ്റ് ഇല്ലല്ലോ. ആ ഫാബ്രിസോ റൊമാനോ അവിടെ തലയും മോഞ്ഞിരിക്കുക. എന്തെങ്കിലും ഒന്ന് അടുത്തതിനെ തീരുമാനവും. ഞാൻ ഒന്ന് പെർസണിനെ കണ്ടിട്ട് വരാം. ഹലോ, ലാലിഗ അസോസിയേഷൻ അല്ലേ? ഞാനാ പെർസ. ഞങ്ങളുടെ ബാർസയായിട്ടുള്ള കളിയൊന്ന് മാറ്റി വയ്ക്കാൻ പറ്റൂ? അല്ല, ഞങ്ങൾ ഒരാഴ്ച മുമ്പ് അവരുമായിട്ട് തോറ്റല്ലേ ഉള്ളൂ. അതിൻ്റെ ഹാങ് ഓവർ ഒന്ന് മാറിയിട്ട് അടുത്ത് തോറ്റാൽ പോരെ. ഹലോ ഹലോ വെച്ച് പുല്ല്. സാറേ വരണം. എന്തായി ബ്രസീലിലോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ? അവന്മാർക്കിപ്പോൾ ഞാൻ ഇല്ലാതെ പറ്റത്തില്ലെന്നായി. ഇവിടുത്തെ പിള്ളേരിപ്പോൾ എന്നെ സാമ്പാ ഡാൻസൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അവിടം വരെ എത്തിയോ കാര്യങ്ങൾ? പിന്നെ ഞാനിപ്പോൾ പോയാലും അടുത്ത വർഷത്തെ സാലറിയും കൂടെ ചേർത്ത് തരണം. എടോ, ഞാനൊരു ബിസിനസ്സാണ്. താൻ ഇത്രയൊക്കെ ഈ ക്ലബിന് വേണ്ടി ചെയ്തിട്ടും ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പം തരില്ല എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ തരില്ല. ശരിയെന്ന്. എൻ്റെ ചുയിങ്ക അവിടെ ഇരിക്കുന്നെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകണ. ഉത്തരത്തിരുന്ന് കിട്ടിയതുമില്ല, കച്ചത്തിരിക്കുന്ന പോവുകയും ചെയ്തു. നെയ്മർ വിളിക്കുന്നു. ഹലോ മോനെ. അണ്ണാ ഒരുമാതിരി മറ്റേടത്തെ പണി കാണിക്കരുത്. നിങ്ങൾ വരുന്നെന്ന് അറിഞ്ഞ അന്ന് പോയാലും ഞാൻ പാൽക്കഞ്ഞിയൊക്കെ കുടിച്ച് ട്രെയിനിങ്ങിന് റെഡിയായിട്ട് നിൽക്കുക. നമ്മളെ ഡീൽ എങ്ങനെയോ ഇവിടുത്തെ മുതലാളി അറിഞ്ഞു. ഈശ്വര ഭഗവാനെ, അങ്ങേർക്ക് നല്ലത് മാത്രം വരുത്തണം. എന്നാലും ഈ പന്ന കിളവൻ ഇടയ്ക്ക് ചൊറിഞ്ഞ സ്വഭാവം കാണി. അണ്ണാ നിങ്ങൾ യെസ് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ ഫെഡറേഷൻ അൽ ഹിലാലിന്റെ കോച്ചിന്റെ പുറകെ പോകും. അങ്ങേരെ കാരണമാണ് ഞാൻ സാന്റോസിലോട്ട് വന്നു. ഇപ്പം അങ്ങേര് ബ്രസീലിലോട്ട് വരാൻ പോകുന്നു. പുല്ല്. എനിക്കതറിയാം. നീ ലീഗ് കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെയെങ്കിലും നിങ്ങളുടെ കോച്ചിങ്ങിൽ ഒരു വേൾഡ് കപ്പ് അടിച്ച് മനസ്സമാധാനമായിട്ട് വിരമിച്ച് എവിടെയെങ്കിലും ചീട്ടും കളിച്ചിരിക്കാന്ന് വിചാരിച്ചതാ. തകർക്കരുത്. എടാ മോനെ, നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. എല്ലാം ഞാൻ വന്ന് സെറ്റ് ആക്കി കേട്ടാ. ശരി, സമാധാനമായിട്ടിരിക്കേ. ഓക്കെ.